ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇത്തവണ കണ്ണൻ മാലയിട്ട് മലയ്ക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു. പിന്നീട് പൂജാമുറിയിലെത്തുന്ന മഹി കണ്ണേട്ടൻ്റെ 12ാം വയസ്സിലെ ആ അപകടത്തിന് ശേഷം പിന്നീട് അയ്യപ്പ ദർശനം സാധ്യമായിട്ടില്ലെന്നും ഇത്തവണ കണ്ണേട്ടന് പരസഹായം കൂടാതെ നടന്ന് തന്നെ മല ചവിട്ടാൻ കഴിയണേ എന്നും അയ്യപ്പ സ്വാമിയുടെ മുന്നിൽ മനസ്സുറന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതറിയുന്ന ദുർഗയും ഉണ്ണിയുമാണെങ്കിൽ ഇവനെന്ത് ഇപ്പം ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ, 12ാം വയസ്സിൽ ആ അപകടം സംഭവിച്ചതിന് ശേഷം അവൻ ഇതുവരെ മലയ്ക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഇനി അവനെന്തെങ്കിലും സംഭവിച്ചാലും അവൾക്ക് എന്താ, സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലായില്ലേ എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയോട്. പിന്നീട് മഹി താൻ പൂജിച്ച് ആരാധിക്കുന്ന അയ്യപ്പ വിഗ്രഹം കണ്ണേട്ടൻ ശബരിമലയ്ക്ക് പോയി തിരിച്ചു വരുന്നത് വരെ താൽക്കാലികമായി ഉണ്ടാക്കിയ അയ്യപ്പ സന്നിധിയിൽ വെക്കുന്നു. തുടർന്ന് കണ്ണനും മഹിയും അവിടെ നിന്ന് മനസ്സൊരുക്കി തൊഴുത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദുർഗയും ഉണ്ണിയുമാണെങ്കിൽ അതിലൊന്നും പങ്കെടുക്കാതെ അങ്ങേയറ്റം പകയോടും അസൂയയും കൂടിയാണ് അതെല്ലാം നോക്കി നിൽക്കുന്നത്. ഇതേ സമയം തന്നെ കണ്ണൻ്റെ ഇടതുകാൽ ചലിക്കുന്നത് ഉണ്ണിയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഉണ്ണി അത് ദുർഗയെയും കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് കണ്ട് രണ്ടുപേരും സ്തബ്ധരായിട്ട് നിന്ന് പോവാണ്. ഇതേ സമയം മഹിക്ക് കണ്ണൻ്റെ ഇടതുകാൽ ചലിക്കുന്നത് പുറകിൽ നിന്നും ദുർഗയും ഉണ്ണിയും കാണുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്ക, ഒരു സംശയം തോന്നുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ മഹി കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണേട്ട, ഉണ്ണിയും അമ്മയും അവിടെ നിൽപ്പുണ്ട്. അറിയാതെ പോലും കണ്ണേട്ടൻ്റെ ഇടതുകാൽ അനങ്ങുന്നത് അവർ കാണാൻ പാടില്ല, അത് അപകടമാണ് എന്ന് വീണ്ടും കണ്ണനെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ മഹി. അങ്ങനെ അകത്തെത്തിയതിന് ശേഷം ദുർഗ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് മോനെ നമ്മൾ കണ്ടത്? അവൻ്റെ ഇടതുകാലിനും ചലനശേഷി കിട്ടിയിട്ടുണ്ട്. അന്ന് കരണമോളുടെ സംശയം സത്യമായിരുന്നു എന്ന് പറയുമ്പോൾ, വെറുതെയല്ല ഇത്തവണ വർഷങ്ങൾക്ക് ശേഷം അയാൾ മാലയിട്ട് മല ചവിട്ടാനായിട്ട് തീരുമാനിച്ചത്. ചികിത്സ കൊണ്ട് അയാൾക്ക് നല്ല പുരോഗതി തന്നെ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും ചേർന്ന് നമ്മളെ പൊട്ടം കളിപ്പിക്കുകയാണ്. ഇനി വൈകാതെ അയാൾ നടന്നു തുടങ്ങും. അയാൾക്ക് കുട്ടികൾ ജനിക്കുന്നത് നമ്മൾ കാണും അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് കലിതുള്ളാണ് കേട്ടോ ഉണ്ണി ചെയ്യുന്നത്. ശേഷം കണ്ണൻ അയ്യപ്പ വിളക്കിന് ശേഷം മാലയിടുന്നു. മഹിയാണെങ്കിലും വല്ലാത്ത ആത്മസംതൃപ്തിയോടെ കണ്ണൻ്റെ അരികിൽ നിന്നും തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട്. ദുർഗയാണെങ്കിൽ അവരുടെ കൂടെ നിൽപ്പുണ്ട്. കാരണം ഇനിയും കണ്ണൻ്റെ കാൽവിരൽ ഇടതുകാൽ കൂടി ചലിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി തന്നെയാണ് അവരുടെ കൂടെ നിൽക്കുന്നത്. ശേഷം ദുർഗ ചോദിക്കുന്നുണ്ട്, സത്യം പറയടി, ഇവൻ്റെ കാലിന് ചികിത്സ കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഞങ്ങളിൽ നിന്നും അതെല്ലാം ഒളിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും മാറ്റം കണ്ണേട്ടന് വന്നിട്ടുണ്ടെങ്കിൽ കണ്ണേട്ടൻ നടന്ന് മല ചവിട്ടുമായിരുന്നില്ലേ അമ്മേ? ഇതിപ്പോൾ മാർക്കോയും അനന്തുവേട്ടനും ചേർന്നാണ് കണ്ണേട്ടനെ മല ചവിട്ടിപ്പിക്കാൻ പോകുന്നത് എന്ന് ദുർഗയ്ക്ക് നല്ല മറുപടി തന്നെ മഹിയെ കൊടുക്കുന്നുണ്ട്. വീണ്ടും മഹി കണ്ണനെ പ്രത്യേകം പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നുണ്ട്, അറിയാതെ പോലും കണ്ണേട്ടൻ്റെ ഇടതുകാൽ ചലിച്ചത് അവരറിയാൻ പാടില്ല. കണ്ണേട്ടൻ മാലയിട്ടു എന്നുള്ളതൊന്നും അവർക്കൊരു വിഷയമില്ല. കണ്ണേട്ടനെ അപായപ്പെടുത്താനായിട്ട് അവരെന്ത് തന്ത്രവും പ്രയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മുന്നറിയിപ്പ് തന്നെ മഹി കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണന്. ശേഷം കാണിക്കുന്നത് സാഗറും മഞ്ജുവും ടെക്സ്റ്റൈൽസ് എത്തുന്നു. അങ്ങനെ മാനേജറുടെ ക്യാബിനിലേക്ക് അവർ കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. മാനേജറാണെങ്കിൽ അവരെ കാണുന്നത് വല്ലാതാവുന്നുണ്ട്. മഞ്ജുവിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മാനേജർ. മഞ്ജു ഇന്ന് തന്നെ ജോലിക്ക് കയറണം, വേറെ ആര് ഈ ടെക്സ്റ്റൈൽസിൽ നിന്ന് പോയാലും മഞ്ജു ഇവിടെ തന്നെ തുടരണം എന്നെല്ലാം മാനേജർ പറയുമ്പോൾ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിങ്ങൾ എന്നോട് പെരുമാറിയിരുന്നത്. എന്നെ തിരിച്ചെടുത്താൽ മേഘനോട് നിങ്ങൾ എന്ത് സമാധാനം പറയും? നിങ്ങളും അയാളും തമ്മിലുള്ള ഇരിപ്പുവശം അങ്ങനെയല്ലേ എന്നെല്ലാം മഞ്ജു ചോദിക്കുമ്പോൾ, അയാളൊരു ഫ്രോഡാണെന്ന് എനിക്ക് മനസ്സിലായില്ല മഞ്ജു. പിന്നെ മാർക്കോ മഞ്ജുവിൻ്റെ ആങ്ങളെയാണെന്ന് മനസ്സിലാക്കാനും ഞാൻ വൈകി. ഇനി മഞ്ജുവിന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇവിടെ ജോലി ചെയ്യാം, അത് ഞാൻ ഉറപ്പു തരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാനേജർ മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും കൈയും കാലും ഒക്കെ പിടിക്കുന്നുണ്ട്. ശേഷം മഞ്ജു സാഗറിനോട് പറയുന്നുണ്ട്, എനിക്ക് ഇനി ഒരാളെ കൂടി കാണാനുണ്ട് സാഗരേട്ടാ. നമ്മുടെ വീട്ടിൽ രാത്രി വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുകയും വിരട്ടുകയൊക്കെ ചെയ്തില്ലേ എൻ്റെ മുൻ ഭർത്താവ് മേഘൻ, അയാൾക്കുള്ളത് കണക്കിന് കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു നേരെ തന്നെ മേഘനെ കാണാനായിട്ട് തീരുമാനിക്കുന്നു. നേരെ അയാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. എന്നിട്ട്, താൻ എന്താടോ പറഞ്ഞത്? ജീവിക്കാൻ ഒരു ഗതിയും ഇല്ലാതെ ഞാനും സാഗരേട്ടനും പിച്ചതുണ്ടുവെന്നോ? തനിക്കാണ് ഭാവിയിൽ അങ്ങനെ ഒരു ഗതി വരാൻ പോകുന്നത്. കണ്ണേട്ടൻ എന്നെ കൈവിട്ട് കളഞ്ഞാലും മാർക്കോ എന്നെ സ്വന്തം പെങ്ങളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് താൻ വിചാരിച്ചതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേഘന് കണക്കിന് കൊടുത്തു വിടുകയാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത്. പിന്നീട് ഉണ്ണി കരുണയുടെ വീട്ടിലെത്തുന്നു. എന്നിട്ട് കണ്ണേട്ടൻ ഇത്തവണ മാലയിട്ട് മലയ്ക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ, ഈ വയ്യാത്തവൻ്റെ ഓരോരോ ആഗ്രഹങ്ങളെ എന്ന് മുത്തശ്ശി പുച്ഛത്തോടെയും കളിയാക്കിയും പറയുമ്പോൾ, അവൻ്റെയല്ല അവളുടെ ആഗ്രഹങ്ങളാണ് നടക്കാൻ പോകുന്നത്.
അതാണല്ലോ ഇപ്പോൾ കമലേശ്വരത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ അത് അവർക്ക് അത്ര നല്ലതിനല്ല. ഒരു തൃക്കാർത്തിക ദിവസമാണ് കണ്ണേട്ടനെയും കൂട്ടിപ്പോയ അച്ഛന് ആ അപകടമുണ്ടായത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ നഷ്ടപ്പെട്ടത് എന്ന് ഉണ്ണി പറയുമ്പോൾ അത് കേട്ട് ശരിക്കും വല്ലാതാവുന്നുണ്ട് കേട്ടോ പ്രതാപൻ. അപ്പോൾ ഇത് പറയുന്നത് പ്രതാപൻ്റെ ആ മുഖഭാവം മാറുന്നതെല്ലാം ഉണ്ണി വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുൻപ് മോഹിനി ആ ആക്സിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കരുണയുടെ അച്ഛൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഭയം ഉണ്ടായത് ഉണ്ണി ഇതേ സമയം ചിന്തിക്കുന്നുണ്ട്. തുടർന്ന് ഉണ്ണി വീണ്ടും പറയുന്നുണ്ട്, അതുമാത്രമല്ല അയാളുടെ ഇടത് കാലം ചലിക്കുന്നത് ഞാനും അമ്മയും നേരിട്ട് കണ്ടതാണ്. ഇനി അയാളുടെ നട്ടെല്ലിൻ്റെ തളർച്ച കൂടി മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ആർക്കറിയാം. നമ്മുടെ കണ്ണിൽ പൊടിയിടാനായിരിക്കും അയാൾ ഇപ്പോഴും വീൽ ചെയറിൽ സഞ്ചരിക്കുന്നത് എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കണ്ണേട്ടൻ വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തായാലും ആ കേസിൻ്റെ പുറകെ പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അനന്തുവേട്ടനും മാർക്കോയൊക്കെ കണ്ണേട്ടന് കൂട്ടായിട്ടുണ്ട്. അതിൻ്റെ പുറകിലുള്ള സത്യം എന്താണെന്ന് കണ്ണേട്ടൻ കണ്ടെത്തും എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ അങ്ങനെയെങ്ങാനും സംഭവിക്കുമോ? ഇവനെങ്ങാനും സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവാൻ പോവാന്ന് പറയാൻ പറ്റില്ല. ഇവനെ ചൊടിപ്പിക്കുന്നത് ശരിയല്ല. ഇവനെങ്ങാനും കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും പക്ഷം പിടിച്ച് ചേർന്ന് കഴിഞ്ഞാൽ എല്ലാം അതോടെ തീരും എന്നെല്ലാം മനസ്സിൽ പറഞ്ഞ് ഇങ്ങനെ പേടിക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. അപ്പോൾ ഉണ്ണിയാണെങ്കിൽ ഇതെല്ലാം പ്രതാപൻ്റെ ഈ മുഖത്ത് വരുന്ന മാറ്റങ്ങളും പേടിയും എല്ലാം ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം പ്രതാപൻ വേഗം തന്നെ വാമനെ വിളിക്കുന്നു. എന്നിട്ട് കണ്ണൻ മാലയിട്ട് മലയ്ക്ക് പോകാനെന്നും അതുപോലെ തന്നെ കണ്ണൻ്റെ ഇടത് കാലിനും ചലനശേഷി കിട്ടിയിട്ടുണ്ട് എന്നാണ് ഉണ്ണി പറഞ്ഞത്. ഇനി മഹാലക്ഷ്മി എങ്ങാനും എല്ലാം കണ്ണനോട് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എൻ്റെ ജീവിതം ജയിലിനകത്താണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപൻ പേടിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പ്രതാപ, അങ്ങനെ എങ്ങനെയും ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഞാനാണ് തന്നെ കൊണ്ട് എല്ലാം ചെയ്യിച്ചതെന്ന് താൻ പറയരുതെന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും മാമേട്ട എന്ന് പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിയാണെങ്കിൽ പ്രതാപൻ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നതെല്ലാം അവിടെ നിന്നുകൊണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഉണ്ണിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട് കേട്ടോ. കരുണയുടെ അച്ഛനാണോ അന്നത്തെ ആക്സിഡൻറ്റിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്, തൻ്റെ അച്ഛനെ ഇടിച്ചു തെറിപ്പിച്ച് കൊന്നത് പ്രതാപനാണോ എന്നുള്ള ഒരു സംശയം ഉണ്ണിക്ക് ബലപ്പെടുന്നുണ്ട്. അപ്പോൾ അതാലോചിച്ച് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ ഉണ്ണി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഉണ്ണി വൈകാതെ തന്നെ എല്ലാ സത്യങ്ങളും തിരിച്ചറിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടുകൂടി തന്നെ ഉണ്ണി കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കൂടെ ചേരുമോ എന്നുള്ള കാര്യങ്ങളും നമുക്ക് വരുന്ന എപ്പിസോഡുകളിലൂടെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്